മോൺസ്റ്റർവേഴ്സിൽ ആകെ എത്ര ഗോഡ്സില്ലകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഭൂരിഭാഗം ആളുകളും കരുതുന്നത് ഈ മോൺസ്റ്റേഴ്സിന്റെ രാജാവായി ഒരൊറ്റ ഗോഡ്സില്ല മാത്രമേ ഉള്ളൂ എന്നാണ്, എന്നാൽ യഥാർത്ഥത്തിൽ അതിൽ കൂടുതൽ എണ്ണമുണ്ട്. ഒന്നാമത്തേത് ഗോഡ്സില്ല. നമുക്കറിയാവുന്ന ഗോഡ്സില്ല അതിന്റെ വംശത്തിൽ അവശേഷിക്കുന്ന അവസാനത്തെ ജീവിയാണ്. കോങ്ങുകളുമായുള്ള പുരാതന യുദ്ധത്തിനും മോട്ടോകളുടെ നിരന്തരമായ ആക്രമണങ്ങൾക്കും ശേഷം അതിന്റെ വംശം മുഴുവനായി തുടച്ചു നീക്കപ്പെട്ടു. ഈ നഷ്ടം അതിനെ അതീവ ഏകാഗ്രയാക്കുകയും ഉള്ളിൽ അടങ്ങാത്ത ദേഷ്യം നിറക്കുകയും ചെയ്തു. ഗോഡ്സില്ല ഒരു ദുഷ്ടനല്ല, എങ്കിലും അതിന്റെ ദേഷ്യം ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാം. അതിന്റെ ദേഷ്യം ശമിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു ജീവി മോത്ര മാത്രമാണ്. അത് ഗോഡ്സില്ലയെ പൂർണ്ണമായ വിനാശത്തിന്റെ വക്കിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഡേഗോൺ. ഡേഗോൺ ഗോഡ്സില്ലയുടെ അതേ വംശത്തിലെ ഒരു അംഗമായിരുന്നു, ഒരുപക്ഷെ ഗോഡ്സില്ലയേക്കാൾ പ്രായം കൂടിയ ഒന്ന്. ഗോഡ്സില്ലയെപ്പോലെയല്ല, ഡേഗോൺ അതിന്റെ അവസാന പോരാട്ടത്തിൽ പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. മോട്ടോ ക്വീൻ അതിനെ കൊലപ്പെടുത്തുകയും അതിന്റെ കൂറ്റൻ ശരീരം മുട്ടയിടാനുള്ള ഒരു കൂടായി ഉപയോഗിക്കുകയും ചെയ്തു. 2014 ഗോഡ്സില്ല സിനിമയിൽ മനുഷ്യർ കണ്ടെത്തിയ ആ ഭീമാകാരമായ അസ്ഥികൂടും ഡേഗോണിന്റെ അവശിഷ്ടങ്ങളാണ്. മൂന്നാമത്തേത് സോസ്രഹാവ. ഈ മോൺസ്റ്റേഴ്സിൽ വെച്ച് ഏറ്റവും നിഗൂഢമായ ഒന്നാണിത്. പുരാതന പുരാണങ്ങളിൽ ഇതിന്റെ പേരിനർത്ഥം മഹാനായ നിത്യശത്രു എന്നാണ്. ഇതൊരു വഴിതെറ്റിപ്പോയ ഗോഡ്സില്ലയാണെന്ന് ചിലർ വിശ്വസിക്കുന്നു, അതായത് ലോകത്തിന്റെ സന്തുലിതാവസ്ഥ കൈവിട്ട് വെറും നാശത്തിനു വേണ്ടി മാത്രം ജീവിച്ച ഒന്ന്. ഇത് മോൺസ്റ്റർവേഴ്സിലെ സ്പേസ് ഗോഡ്സില്ല ആയിരിക്കാമെന്ന് പല ഫാൻസും കരുതുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ വ്യക്തിത്വം ഇപ്പോഴും ഒരു രഹസ്യമാണ്.